എഗ് കബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കബാബിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കണം. അതിനൊരു പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മസാല ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ശരിക്കും ഒന്ന് പിടിക്കുന്ന രീതിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കബാബിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനിപ്പോൾ ഞാനൊരു 3 മുട്ട പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ട ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് മൈദ വേണം. ഇനി മസാലയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് ഈ മുട്ട മൈദയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഈ മസാലയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മുട്ടയുടെ പുറത്ത് മസാല നന്നായിട്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഈ മസാല മുട്ടയുടെ പുറത്തേക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കബാബ് റെഡിയായി. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 3 കബാബും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി വേണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കബാബ് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യണം. കബാബിന് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ 2 തവണ കോട്ട് ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ കബാബും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ കബാബ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ഉരുളക്കിഴങ്ങ് മസാലയും മുട്ടയും ഒക്കെ വേവിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബ്രെഡ് ക്രംസിൻ്റെ കളറൊന്ന് മാറിയാൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ എല്ലാ വശവും ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 എണ്ണവും ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്